ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മാത്യു chapter 6 verses 19-24. ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവടുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയത്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. കർത്താവിന്റെ സ്തോത്രം. അമേരിക്കയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില കാറിന്റെയൊക്കെ പുറകിലെ ബമ്പർ സ്റ്റിക്കർ നിങ്ങൾ വായിക്കാറുണ്ടായിരിക്കാം. ചിലതിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, He who dies with most toys wins. He who dies with most toys wins. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങളോടുകൂടെ മരിക്കുന്നവൻ ജയാളിയാണ്. അതുകൊണ്ട് ജീവിതം കളിപ്പാട്ടങ്ങൾ സമ്പാദിക്കാനുള്ള സമയമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊന്നും അധികം കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. വാഴപ്പിണ്ടിയും വാഴമാണവും ഒക്കെ ആയിരുന്നു നമ്മുടെ. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലമായപ്പോൾ ഒരു റൂം അതിനു വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ട സ്ഥിതിയായി. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അപ്പനും അമ്മയ്ക്കും ഒരുപാട് കളിപ്പാട്ടങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു സ്റ്റിക്കറാണ്, യു കാൻ ടേക്ക് ഇറ്റ് വിത്ത് യു. യു കാൻ ടേക്ക് ഇറ്റ് വിത്ത് യു. എല്ലാത്തിനും നിന്റെ കൂടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ സ്റ്റിക്കറിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഈ സ്റ്റിക്കറിന്റെ ഒക്കെ അർത്ഥം ഇവരൊക്കെ ഈ ലോകത്തിന്റെ ദാസന്മാരാണ്. ഇതിനപ്പുറത്തോട്ടൊരു പ്രതീക്ഷ ഈ എഴുതുന്നവർക്കാർക്കും ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എല്ലാം ഇവിടെ കൊണ്ട് തീരുന്നു, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല എന്ന ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള എഴുത്തുകളുടെ ഒക്കെ പിന്നിലുള്ളത്. ഇന്ത്യ മഹാരാജ്യം പല മതങ്ങൾ ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദുയിസം, ബുദ്ധിസം, പിന്നെ ജൈനിസം, ഇങ്ങനെയൊക്കെയുള്ള മതങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മിക്കവാറും മതങ്ങളെല്ലാം ഈസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും ഉത്ഭവം ഈസ്റ്റാണ്, നമ്മുടെ ആ ഏരിയ. എന്നാൽ വെസ്റ്റ് 1-2 മതങ്ങൾ കൊടുത്തതായിട്ട് എനിക്ക് തോന്നി. ഇവിടെ 2 മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് മെറ്റീരിയലിസം, 2 സെയ്റ്റനിസം. ഇത് രണ്ടും നമ്മൾ ഓർക്കുന്ന നാടിന്റെ സംഭാവനയാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ദൈവമക്കൾ ജീവിക്കുമ്പോൾ ഈ ദൈവങ്ങളുടെ പിടിയിലാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. യേശുക്രിസ്തു അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിന്റെ പ്രസംഗം, സെർമൺ ഓൺ ദ മൗണ്ട്, അത് സംസാരിക്കുമ്പോൾ ദൈവമക്കളോട് ഏറ്റവും കാതലായി പറഞ്ഞ വിഷയം അതിന്റെ 33-ാം വാക്യമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സോ ആ വാക്യത്തെ കേന്ദ്രീകരിച്ച് കർത്താവ് അനേക കാര്യങ്ങൾ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം അന്വേഷിക്കുകയും. അതുകൊണ്ട് ഒരു ദൈവവൈദ്യന്റെ ചുമതലയാണ് ജീവിതത്തിന്റെ സകല കാര്യങ്ങളും
മനസ്സിലാക്കണം ദൈവമക്കൾ. പ്രയോറിറ്റീസ് ഇൻ ലൈഫ്, ജീവിതത്തിന്റെ പ്രാധാന്യം. ഹല്ലേലൂയ. അതിനകത്ത് ദൈവമക്കളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി ദൈവരാജ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളുടെ ഭവനങ്ങളുടെയും പ്രത്യേകതയാണ് അവര് കർത്താവിന്റെ സഭയുമായിട്ട് വളരെ അടുത്ത് വസിക്കുന്നവരാണ്. ഈ നാട്ടിലെ മിക്കവർക്കും ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയോ ഒന്നും കിട്ടിയാൽ ഒന്നും ആകത്തില്ല. പക്ഷെ ദൈവമക്കൾക്ക് ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കിട്ടുമ്പോൾ ആ സമയം കൂടെ അവര് കർത്താവിന്റെ സന്നിധിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ലെഷർ ടൈം, അല്പസമയം കിട്ടിയാൽ അത് ദൈവസന്നിധിയിൽ വരാൻ വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായതുകൊണ്ട്. ദൈവരാജ്യത്തിന് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും അർഹിക്കുന്ന സ്ഥാനം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തു അതാണ് നമ്മോട് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മോട് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളുടെ നിക്ഷേപത്തിന് ചെതല് തിന്നുവെന്നല്ല പറഞ്ഞു, ശരിക്കും പുഴുവെന്നല്ലാതെ ചെതല്. ഈ രാജ്യത്ത് നമ്മൾ അങ്ങനെ അധികം ചെതല് കാണുന്നില്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് മിക്കവാറും മരം അങ്ങനെയുള്ള മിക്കവാറും സാധനങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ജീവിയാണ് ഈ ചെതൽ. അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് ഈ തുരുമ്പല്ല. വാസ്തവത്തിൽ അവിടെ എഴുതിയേക്കുന്നത് പലതും തിന്ന് നശിപ്പിക്കുന്ന കാര്യങ്ങൾ. അതിനകത്തിൽ തുരുമ്പും വരാം എന്നേ ഉള്ളൂ. കൃഷി ഒക്കെ തിന്ന് നശിപ്പിക്കുന്നത്. പിന്നെ ഈവൻ നമ്മുടെ പല്ല് വരെ അതിനകത്ത് വരും. പല്ലൊക്കെ ഇങ്ങനെ കേടായി പോകുന്നത്. നമ്മുടെ പഴയൊരു പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്, 32 പിതാവിന് മുത്തിനോടൊത്ത ബന്ധം, 40 വയസ്സിൽ കൊഴിഞ്ഞവ മിക്കതും തീർന്നു പോകും. നിങ്ങളാരൊന്നും കേട്ടിട്ടില്ല. 32 പിതാവിനും മുത്തിനോടൊത്ത ബന്ധം, 40 വയസ്സിൽ കൊഴിഞ്ഞവ മിക്കതും തീർന്നു പോകും. ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയ ശിഷ്ടമേതാനും കൊണ്ടൊട്ടും ഫലം വരാ. ബാല്യകാലത്തിലെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക പ്രിയതേ. 32 ഉണ്ട്. കുറെ ഡോക്ടർ പറിക്കും, കുറൊക്കെ തന്നെ അങ്ങ് പോകും. ഇതെല്ലാം ഇങ്ങനെ കേടായി അങ്ങ് പോകും. ഈ നാട്ടിൽ അത് വലിയ കോസ്റ്റ്ലിയുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ 100 രൂപ കൊടുത്താൽ ഒരു പല്ല് പറിച്ചു തരും. 500 രൂപ കൊടുത്താൽ ഒരു പല്ല് ഇല്ല ചെയ്ത് തരും. അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ പുഴു തിന്ന് നോക്കി വലിയ കുറച്ചുകൂടെ മനുഷ്യന്റെ പേഴ്സിനെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്നത് നിക്ഷേപം ചെതല് തിന്നുമെന്നല്ല പറഞ്ഞത്, നിക്ഷേപം സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം ചെതല് തിന്നുമെന്നാ പറഞ്ഞത്. കാരണം അത് പറയാനുള്ള കാരണമുണ്ട്. പ്രാചീന കാലങ്ങളിൽ മനുഷ്യരെല്ലാവരും ഈ വീടുകളിലായിരുന്നില്ല സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നത്. അതെല്ലാം ഭൂമിക്കടിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുവാൻ. അവിടെ ആർക്കും അറിയാൻ പറ്റത്തില്ല ഇവിടെ ഇന്ന് എവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും വീട്ടിൽ വെച്ചേക്കാറില്ല. ശരീരത്തിൽ ഇട്ടൊന്ന് സന്തോഷിക്കാനും പലപ്പോഴും പ്രയാസമാണ്. പിന്നെ നമ്മുടെ കല്യാണ ദിവസങ്ങളിലൊക്കെയാണ് എല്ലാവരും ഒന്ന് നിരത്തി ഒന്ന് ഇട്ട് ഒരു ഫോട്ടോയും ഒക്കെ എടുത്ത് പിന്നെ ആ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹാരാധന മാത്രമേ ഇത്. ഒരു കല്യാണത്തിന് ചെന്നപ്പോ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ തന്നെ ആയിരുന്നു പറഞ്ഞ കാര്യം ഒക്കെ കാണിച്ചു. കർത്താവിന് സ്തോത്രം. ഒരു കുടുംബം അതുപോലെ എല്ലാം എടുത്തു. ഒരു ഒരു ഫോട്ടോ എല്ലാം എടുത്തു വെച്ചേക്കാന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ലേറ്റ് ആയി പോയി വീട്ടിൽ കൊണ്ടുവച്ചു.
നേരം വെളുത്തപ്പോഴത്തേന് കൊണ്ടുകൊണ്ട് വരുന്നത് 103 പാവങ്ങളുണ്ടായിരുന്നു. ആ 103 കൂടെ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് പണ്ട് കാലത്ത് ഇതെല്ലാം ഭൂമിക്ക് അടി കൊണ്ടുപോയി പിടിച്ചിട്ട് വെച്ചേക്കാൻ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ എവിടെയെങ്കിലും വല്ല ഭൂമിയൊക്കെ മാന്തിപ്പോ അതിനകത്ത് നീതിയൊക്കെ, ആ നിധി തന്നെ 1-2 തരത്തിലുണ്ടെന്നാണ് പഴയ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചിലതൊക്കെ പിശാചിനെ കൊണ്ട് നടന്നിട്ട് അവസാനം കൊണ്ട് എവിടെയല്ലോ അങ്ങ് കളയും. അത് പോയി എടുക്കുന്നു പറഞ്ഞിങ്ങനെ മറ്റു പല രോഗങ്ങളും വ്യാധികളും ആ കുടുംബങ്ങളിൽ വലിയ പിശാച് ബാധയൊക്കെ ഉണ്ടാകും. അതെല്ലാം നല്ലതായിട്ട് കിട്ടേക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പഴയ ആളുകൾ പറയാറുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ഭൂമിക്കടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടേക്കും. അതുകൊണ്ട് കുഴിച്ചിട്ടേക്കുന്ന ഈ പെട്ടി ചെതൽ തിന്നുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ കുഴിച്ചു വെച്ചേക്കുന്ന പെട്ടി അങ്ങ് ചെതൽ തിന്നു. അതുകൊണ്ട് ഇത് പുഴു നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പെട്ടി ഉൾപ്പെടെ അങ്ങ്. പിന്നെ ബാക്കി തിന്നേണ്ടതൊക്കെ വേറെ കുറെ ജീവികളുണ്ട്, അതും തിന്നും. അപ്പോൾ ഈ പുഴുവും തുരുമ്പും തിന്നുകളയുന്ന കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് വിലയേറിയത് സ്വരൂപിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതൊരു നല്ല കാര്യമാണ്. എന്ത് വിലയേറിയത് സ്വരൂപിച്ചു വെക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് ചിലർക്ക് വിലയേറിയത് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വിലയേറിയത് സ്വരൂപിക്കേണ്ടതിന് പകരം വില കുറഞ്ഞ ചിലതൊക്കെ മനുഷ്യൻ സ്വരൂപിച്ചു വെക്കാറുണ്ട്. യേശുക്രിസ്തു അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളോട് പറയുകയാ, ഈ ഭൂമി വിലയേറിയത് സൂക്ഷിക്കാൻ പറ്റിയ ഒരിടമല്ല. അതുകൊണ്ട് കർത്താവ് തന്റെ മക്കളെ വിളിച്ചിട്ട് അവരോട് പറയുക, ഈ ഭൂമി വിലയേറിയത് സൂക്ഷിക്കാൻ പറ്റിയ ഇടമല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിലയേറിയത് സൂക്ഷിക്കാൻ കൊള്ളാകുന്ന ഒരു സുരക്ഷിതത്വമുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യങ്ങളെ നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ആരും പണം കൈ വെച്ചേക്കരുതെന്നോ വേറെ എന്തെങ്കിലും നിക്ഷേപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കരുതെന്നോ ഈ വാക്യങ്ങളുടെ അർത്ഥമാണെന്ന്. നോ, ഈ വാക്യങ്ങളുടെ അർത്ഥം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. പണം അല്ലെങ്കിൽ നിക്ഷേപം കൊണ്ട് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേദപുസ്തകം ഉപയോഗിക്കണം എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കല് എന്റെ മാതൃസഭയിലെ ഒരു അച്ചായൻ ദശാംശം കൊടുത്തത്. അപ്പോൾ അന്ന് സഭക്കാരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം, മത്തായിച്ച ദശാംശം കൊടുക്കാൻ വേണ്ടി. ഇത് കേട്ടപ്പോ മത്തായിച്ച പറയൂ, പ്രാർത്ഥിക്കണ്ട ജനക തന്നേക്കാവുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് കൊടുക്കാതെ ഇരിക്കുന്ന മനസ്സുള്ള ആളുകളോടാണ് കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഒരു ശിഷ്യനോട് മാത്രം കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രൻ കൊടുക്കുക, പിന്നെ വന്നെന്നെ അനുഗമിക്കുക. അതെല്ലാവരോടും കർത്താവ് പറയാം, ഒറ്റ ആളിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മളോട് ആരോടും പറഞ്ഞില്ലെന്നല്ല പറഞ്ഞത്. കർത്താവിന്റെ സ്തോത്രം. അതൊരു ഉപദേശമല്ല, ഒരു പ്രമാണമല്ല. 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ മക്കളും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നവരായിരിക്കണം. നമുക്ക് കിട്ടുന്ന അധ്വാന ഫലം കൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ട ക്രമീകരണങ്ങളെ നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. 2, മറ്റുള്ളവരെ സഹായിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുന്നവരായിരിക്കണം. 3, കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ ചെലവിടുന്നവരായിരിക്കണം. ഈ 3 കാര്യങ്ങൾ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നു.
കയ്യിൽ തന്നിരിക്കുന്നതൊക്കെ വിശ്വസ്ത കാര്യവിചാരകന്മാരായി ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ഈ വാക്കുകളെ പറയാനുള്ള പ്രധാന കാരണം പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതല്ല. പിന്നെ എന്താണ്? നമ്മുടെ നിക്ഷേപം എന്തായിരിക്കണം? ഹല്ലേലൂയ. സമ്പത്ത് മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന്റെ കാരണമായിരിക്കരുത് എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ എന്തെങ്കിലും ഭൗതിക വസ്തുക്കളിൽ നമ്മൾ ആശ്രയിക്കുന്നവരായിരിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കുക, ഉണ്ടാക്കുക, എന്നിട്ട് അത് മക്കൾക്ക് കൊടുത്തിട്ട് പോവുക. ഇവിടെ വരുമ്പോൾ സാധാരണയായിട്ട് ഉണ്ടാക്കുക, ജീവിക്കുക, എല്ലാം മക്കൾക്ക് കൊടുക്കാനല്ല, പിന്നെ നമ്മുടെ വാർദ്ധക്യമാവുമ്പോൾ നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ കൊടുത്ത് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കുക. കാരണം അപ്പനെ അമ്മയെ നോക്കുന്ന മക്കൾ ഇവിടെ തീരെ കുറവായതുകൊണ്ട് എവിടെയെങ്കിലും നോക്കുന്നവരുടെ കയ്യിൽ കൊടുക്കാനുള്ള കാശ് ജീവിതത്തിന്റെ അധ്വാനിക്കുന്ന സമയങ്ങളിലെല്ലാം കൊണ്ടുവന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു. അവരവർക്ക് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരായിരിക്കണം. കർത്താവ് സ്തോത്രം. എന്നാൽ വേദപുസ്തകം യേശുക്രിസ്തു നമ്മോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ സുരക്ഷിതത്വം ഇതിലൊന്നിലും ആയിരിക്കരുത് എന്ന് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ കയ്യിൽ ഇത്രയും ഉണ്ട്, ഞാൻ ഇത്രയും സമ്പാദിച്ചു, ഞാൻ ഇത്രയും ജീവിതത്തിൽ കൂട്ടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് ഒരു ദൈവപൈതൽ ഒരിക്കലും ചിന്തിച്ചുകൂടാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു യഥാർത്ഥ നിക്ഷേപം, ട്രഷർ, വാസ്തവമായ നിക്ഷേപം, സുരക്ഷിതമായ നിക്ഷേപം ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സമ്പാദിച്ചിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തു ആ കാര്യമാണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവപൈതലെ ജീവിതത്തിൽ സുരക്ഷിതമായ, കേടുപറ്റാത്ത, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്ത, പുഴുവും തുരുമ്പും കെടുക്കാത്ത നിക്ഷേപം ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കുന്നവരായിരിക്കണം ദൈവപൈതൽ. ഹല്ലേലൂയ. അങ്ങനെ വിലയേറിയത്, കേടുപറ്റാത്തത്, മറ്റാർക്കും നശിപ്പിക്കാൻ കഴിയാത്തത്, ആർക്കും മോഷ്ടിക്കാൻ പറ്റാത്തത്, ലോകത്തിന്റെ യാതൊരു വ്യതിയാനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാക്കാത്ത വിലയേറിയ നിക്ഷേപം ദൈവത്തിന്റെ മക്കൾ ജീവിതത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഈ കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് 6-ാം അധ്യായത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നിക്ഷേപം ദൈവം തരുന്ന പ്രതിഫലം. കർത്താവ് പറഞ്ഞു, സൂക്ഷിക്കാൻ, നിക്ഷേപം സൂക്ഷിക്കാൻ കൊള്ളാകുന്ന സ്ഥലം സ്വർഗ്ഗമാണ്. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം തരും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടിയും വരും. എന്നാൽ സ്വർഗീയ നിക്ഷേപം ഒരു ദൈവപൈതൽ ഉണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരികയില്ലെന്ന് മാത്രമല്ല, അതെന്നും സുരക്ഷിതമായിരിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുക, മനുഷ്യ, നിന്നെ 80 വർഷത്തേക്ക് ഞാൻ ഉണ്ടാക്കിയവനല്ല, നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയവനാണ്. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ളവനായതുകൊണ്ട് നിത്യത മുഴുവനും ജീവിക്കാൻ വേണ്ട നിക്ഷേപം സ്വരൂപിക്കുന്ന ഉദ്യോഗം നിനക്കുണ്ട്. 80 വർഷത്തെ ജീവിതത്തിന് വേണ്ടി നീ ഉണ്ടാക്കണം. എന്നാൽ നിത്യത മുഴുവനും ജീവിക്കാൻ ആവശ്യമായ സുരക്ഷിതത്വമായ നിക്ഷേപം ജീവിതത്തിൽ ഉണ്ടാക്കണം. പ്രാചീന കാലങ്ങളിലെ ഈജിപ്തിലെയും മറ്റനേക
രാജ്യങ്ങളിലെ ശവക്കോട്ടകൾ ഇന്ന് ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് എക്സ്കവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ആ ശവക്കോട്ടയിൽ ശവത്തോടുകൂടെ ചില നാണയങ്ങളും പിന്നെ കതിരുകളും നെൽക്കതിരുകളും ധാന്യങ്ങളും ഇതൊക്കെ വെക്കുമായിരുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. അവർക്കൊക്കെ അറിയാം ഈ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇതിവിടെ അസ്തമിക്കുന്നതല്ല, ഇതിവിടെ അവസാനിക്കുന്നതല്ല, ഇതിലൊത്തിരി കൂടി ഇനിയും ബാക്കിയുണ്ട്. എന്നാൽ ആ ബാക്കിയുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രകാശം ഇല്ലാതിരുന്നത് കൊണ്ട് തങ്ങൾക്ക് തോന്നിയ ആ പ്രകാശത്തിനനുസരിച്ചാണ് ചില കോയിൻസ്, ചില നാണയത്തുട്ടുകൾ അവർ വെച്ചേക്കുന്നു ഇനി ജീവിക്കുമ്പോൾ ഉപയോഗിക്കാൻ. ധാന്യങ്ങളുടെ കതിരുകളൊക്കെ വെച്ചേക്കുന്നു ഇനി ജീവിക്കുമ്പോൾ ഉപയോഗിക്കാൻ. അതുകൊണ്ട് ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നുള്ള വലിയ ബോധ്യമുണ്ടായി. ഈജിപ്തിലും ആ സ്ഥലങ്ങളിലെല്ലാം വലിയ പിരമിഡ്, നിങ്ങള് ആ പിരമിഡും ആ പിരമിഡിന്റെ അകത്തിരിക്കുന്ന ആള് ജീവനോടെ ഇരുന്നപ്പോൾ ജീവിച്ച വീട് നിങ്ങൾ നോക്കിയാൽ, ജീവനോടെ ഇരുന്നപ്പോൾ ജീവിച്ച വീടിനേക്കാൾ വളരെ വലിയ വീടാണ് മരിച്ചു കഴിഞ്ഞ് ശവം കൊണ്ടുവെക്കാനായിട്ടുണ്ടാക്കിയ വീടും. അത് ഒരു സത്യം മനസ്സിലാക്കുകയാണ്. എന്റെ ഈ ലോക ജീവിതത്തിലെ വീടിനേക്കാൾ വലിയ വീടാണ് ഈ ലോക ജീവിതം കഴിഞ്ഞു വസിക്കാൻ എനിക്ക് വേണ്ടത്. ഈ ബോധം മനുഷ്യന്റെ ഒക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലെ ബോധമല്ല, ദൈവപുത്രൻ ഇറങ്ങി വന്ന് നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ ട്രഷർ, സമ്പാദ്യം എന്താണ്? നിന്റെ ജീവിതത്തിന്റെ സമ്പാദ്യം എന്താണ്? ജീവിതം എന്ത് സമ്പാദിക്കാൻ വേണ്ടിയുള്ളതാണ്? നിന്റെ സ്വരൂപിക്കേണ്ട ജീവിതത്തിൽ സ്വരൂപിക്കേണ്ടത് എന്താണ്? വിലയേറിയത് എന്താണ്? അത് കരുതി വെക്കാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ടോ? ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഈ 6-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇതിനൊക്കെ പ്രതിഫലം തരുമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരും. അപ്പോൾ ദൈവമക്കൾക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടാൻ കൊള്ളാകുന്ന ഒരു സാധനമാണ് എന്ത്? ഈ ലോകത്തിൽ വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു നമ്മോട് പറയുക, ദൈവവേദനയിലെ നിന്റെ പ്രാർത്ഥന നിന്റെ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന ഒരു വലിയ സമ്പാദ്യമാണ്. പാഠപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വളരെ വിലയേറിയ ഒന്നാണ് ദൈവത്തിന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് പ്രത്യേകം പ്രതിഫലം ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. വൈകിട്ടത്തെയും രാവിലത്തെയും അപ്പച്ചനെ അനുഗ്രഹിക്കണേ, അമ്മച്ചി അനുഗ്രഹിക്കണേ, എനിക്ക് അത് തരണേ ഇത് തരണേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല. ശരിയായ പ്രാർത്ഥന, വാതിലടച്ച് അറയിൽ കടന്ന് കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്ന് ഹല്ലേലൂയ ദൈവത്തോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞ പോലെ നിന്റെ ഹൃദയം തുള്ളുമ്പോൾ, നിന്റെ ഹൃദയം ചലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ട് ഉണർത്തുമ്പോൾ, ആ മൂവ്മെന്റ്, ആ ചലനം ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ അനുഭവിക്കുമ്പോൾ, ആ കത്തല് അകത്ത് അനുഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ആ അറയ്ക്കകത്തിലെ ഹൃദ്യമായ ആത്മീയ അനുഭവം നിന്റെ ജീവിതത്തിന്റെ ട്രഷറാണ്. ഹല്ലേലൂയ. അത് ഇത്രയും കൂട്ടിവെക്കാമോ? അത് കൂട്ടിവെച്ചു. സ്തോത്രം. അത് കള്ളന്മാർ കൊണ്ടുപോകത്തില്ല, അത് തുരുമ്പിക്കുന്നതല്ല, അത് ഹല്ലേലൂയ പുഴുവിന് പ്രവേശനമുള്ളതല്ല. അത് നീ ജീവിതത്തിൽ ട്രഷറാണ്.
അതെത്രയും കൂട്ടാമോ അത്രയും ജീവിതത്തിൽ കൂട്ടി വെച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവേ, നീ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. കുറെ വർഷങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് കുറെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്നെ പഠിപ്പിക്കണേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഇരിക്കുമ്പോൾ പലപ്പോഴും നല്ല കൃത്യമായ അനുഭവങ്ങൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തെ വന്ന് തട്ടുന്നത് എനിക്ക് വളരെ ശക്തിയോട് അറിയാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു പ്രഷറാണ്, അതൊരു വലിയ സമ്പാദ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഈ ഭൂമിയിൽ നിനക്ക് മുഴങ്കാലിൽ ദൈവകൃപയിൽ ആശ്രയിച്ചിരുന്ന് ദൈവാത്മാവിന്റെ ആ തലോടൽ ദൈവകൃപയോട് അനുഭവിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ വലിയ ട്രഷറാണ്, ഇതിന്റെ സമ്പാദ്യം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവ് ഈ വേദഭാഗത്ത് പറഞ്ഞു, നീ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിളങ്ങേണ്ടതിന് വേണ്ടി നീ ഉപവസിച്ചാൽ നിന്റെ ഉപവാസത്തിന് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ദൈവമക്കളുടെ ഉപവാസം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആ 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു മനോഹരമായ കാഴ്ച. അതിന്റെ സൗന്ദര്യം എനിക്ക് വർണ്ണിക്കാനൊന്നും പറ്റുന്നില്ല. അത്ര മനോഹരമായ ഒരു കാഴ്ച ദൈവം കാണും. കർത്താവിന് സ്തോത്രം. അതൊരു വലിയ നീതിയാണ്. ഹല്ലേലൂയ. ഓരോ ഉപവാസവും ഒരു വലിയ നീതിയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്നത്, ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്നിരിക്കുന്നത്, ആ ഉപവസിക്കുമ്പോൾ ദൈവത്തിൽ ആനന്ദിക്കുന്നത്, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിനക്കതിനൊരു പ്രതിഫലം പിതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന്. അതുകൊണ്ട് അത് സമ്പാദിച്ചു. യേശു ക്രിസ്തു പറയുക, ദൈവമെതിരെ നീ അത് സമ്പാദിക്കണം, നീ അത് സമ്പാദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് കർത്താവ് പറയുക, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം, നിനക്ക് പിതാവ് പ്രതിഫലം തരും. നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിനക്ക് എന്ത് പ്രതിഫലം കിട്ടും? നിന്നെ വെറുക്കുന്നവരെയും നീ സ്നേഹിക്കുമ്പോൾ നിനക്ക് ഒരു പ്രതിഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ തീരെ വില കുറഞ്ഞവരാകുമ്പോഴാണ് നമുക്ക് ആരെയും പിടിക്കാതെ വരും. അവളെ കണ്ടോ, അവനെ കണ്ടോ. അവരുടെയും ആത്മീയ ജീവിതത്തില് ഏറ്റവും വലിയ തടസ്സം അവനും അവളും. നമ്മളങ്ങ് താഴോട്ട് പോകുന്നതിന്റെ ലക്ഷണമാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഈ അനേക ദൈവമക്കളുമായിട്ട് സഹകരിച്ചത്ര ഇവിടുത്തെ ഒരുപക്ഷെ നിങ്ങൾ പലരും സഹകരിച്ച് കാണുന്നു. കാരണം ഞങ്ങൾ സഞ്ചരിക്കുന്ന ആളായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ യാത്രയിൽ എനിക്ക് ആരും വെറുക്കേണ്ടതായിട്ടില്ല. എല്ലാരെയും സ്നേഹിക്കാൻ കഴിയണം, എല്ലാരെയും സ്നേഹിക്കാൻ കഴിയണം. അതൊരു വലിയ സമ്പത്താണ്, വലിയ ട്രഷറാണ്, ഇതിന്റെ നിക്ഷേപമാണ്.
ഹല്ലേലൂയ. ഒരു പരിധിയും കൂടാതെ സ്നേഹിക്കാൻ കഴിയുന്നത് നിന്റെ ട്രഷറാണ്. ആ സമ്പാദ്യം നീ കൂട്ടിവെക്കണം എന്ന് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നു. നിനക്കൊരു പ്രതിഫലം അതിനുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സകല പ്രവൃത്തികളും മനസ്സോടെ ചെയ്യണം. യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അല്ലെ, പൗലോസ് പറഞ്ഞ പോലെ ഫിലിപ്പിയർ 2:10 പറഞ്ഞ പോലെ പിറുപിറുപ്പോടോ വാഗ്വാദത്തോടോ യാതൊന്നും ചെയ്യാതെ, ഒന്നിനും വാഗ്വാദം ഉണ്ടാക്കരുത്, പിറുപിറുപ്പുണ്ടാകരുത്. മനസ്സോടെ ചെയ്താൽ ഒരു പ്രതിഫലം ഉണ്ടാകും. ബിലയാമിനെ കുറിച്ച് പറഞ്ഞു, അവൻ അനീതിയുടെ കൂലി കോപിച്ചു. ദൈവവചനോട് പറയാം, നീ നീതിയുടെ കൂലി ആഗ്രഹിക്കണം. അതിന്റെ സമ്പാദ്യം നിനക്കുണ്ടായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ജീവിതത്തിൽ സമ്പാദിക്കുന്നത് സ്തോത്രം. 2 കൊരിന്ത്യർ 4:7 നമ്മൾ വായിക്കുന്നു, ഈ അത്യന്ത നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവത്തിലുള്ള നീ പ്രാപിച്ച പരിശുദ്ധാത്മാവ് നിന്റെ നിധിയാണ്, നിന്റെ നിധിയാണ്, നിന്റെ നിധിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ആത്മാവുമായിട്ട് നിന്റെ ഈ മനോഹര ശരീരത്തെ താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ ശരീരം ഒന്നുമില്ല. നീ പ്രാപിച്ച ആത്മാവുമായിട്ട്, നീ പ്രാപിച്ച ആത്മാവിന്റെ വിലയുമായിട്ട് നിന്റെ ശരീരത്തെ താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിന് ഒരു വിലയില്ല. അത്ര വിലയേറിയതാണ് പ്രാപിച്ച പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വചനങ്ങൾ നിക്ഷേപമാണ്, പൊന്നിലും വളരെ തങ്കത്തിലും. ഹല്ലേലൂയ. 19-ാം സങ്കീർത്തനം ആഗ്രഹിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ട് നിന്നിൽ ക്രിയ ചെയ്ത, നിന്നിൽ പരിവർത്തിച്ച ദൈവത്തിന്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലെ നിക്ഷേപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും ധൈര്യം വേണ്ടപ്പോൾ, ഉന്മേഷം വേണ്ടപ്പോൾ, ആത്മശക്തി വേണ്ടപ്പോൾ, പുതുക്കം പ്രാപിക്കേണ്ടപ്പോഴൊക്കെ ജീവിതത്തെ പുതുക്കുവാൻ, എന്നോട് സംസാരിക്കുവാൻ, എനിക്ക് വേണ്ട ആത്മാവിന്റെ ഉന്മേഷങ്ങളെ വരുവാൻ ദൈവത്തിന്റെ വചനങ്ങൾ കഴിയുന്നു ഈ ലോക ജീവിതത്തിൽ. അതെന്റെ നിക്ഷേപമാണ്. അത് കൂട്ടിവെക്കണം, അത് കൂട്ടിവെക്കണം. അതാർക്കും എടുക്കാൻ കഴിയത്തില്ല. അത് സ്വരൂപിച്ചു കൊള്ളണം. ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞേക്കുക, നിന്റെ ഹൃദയം നിന്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം എന്താണ്? ട്രഷറാണ്, സമ്പാദ്യമാണ്. ഒരു നല്ല ഹൃദയം പോലെ വിലയേറിയ ഈ ലോകത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ല. 12-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ട മനുഷ്യൻ തന്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് ദോഷമായത് പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. നല്ലത് ഉത്ഭവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ഒരു വലിയ നിക്ഷേപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഞാൻ എപ്പോഴും ദൈവത്തെ, കർത്താവേ, ഒരു നല്ല ഹൃദയം തന്നതിനായ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നന്മയായിട്ട്, ഒരു നിക്ഷേപമായിട്ട് എപ്പോഴും സൂക്ഷിക്കാൻ.
ഹല്ലേലൂയ. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. സുരക്ഷിതമായിടത്ത് ദൈവം പ്രസാദിക്കുന്ന നിക്ഷേപം സൂക്ഷിച്ചു വെക്കുവാൻ കഴിഞ്ഞാൽ ആ ഹൃദയം ഒരു വലിയ നിക്ഷേപമായിരിക്കും. ഹല്ലേലൂയ. Praise the Lord. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. Hallelujah. Praise the Lord. ഈ ലോകത്തിലെ ഓരോ സാധനങ്ങളും മെറ്റൽസ് ഒക്കെ അതിന്റെ ഗേജ് അനുസരിച്ചാണ്. മെറ്റൽസ് അല്ല, എനിക്കറിയില്ല അതിന് എത്ര ഗേജ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഓരോ കമ്പി എടുത്താൽ ആ കമ്പി അതിന്റെ ഗേജ് അനുസരിച്ചാണ് അതിന്റെ ക്വാളിറ്റി. കുറച്ച് ഗേജുള്ള കമ്പി ആണെങ്കിൽ ഒരു കൊല്ലം ആകുന്നതിന് മുമ്പ് തന്നെ അത് ഉരുട്ടി. ഗേജ് കൂടിയ കമ്പിയാണെങ്കിൽ നമ്മുടെ ഇവിടൊക്കെ ഈ വഴിയിലൊക്കെ പലപ്പോഴും വേലിയായിട്ടൊക്കെ റോഡിന്റെ ഹൈവേയുടെ ഒക്കെ സൈഡിലൊക്കെ ഉള്ളത് നല്ല ഗേജ് കൂടിയ കമ്പിയാണ്. അത് 50 കൊല്ലം കഴിഞ്ഞാലും ഒരു ലേശം പോലും തുരുമ്പ് അതിലും ഇല്ല, തുരുമ്പിക്കത്തില്ല ഗേജ് കൂടിയ. ചില ഹൃദയങ്ങൾ ഗേജ് കൂടിയതാണ്, ചില ഹൃദയങ്ങൾ ഗേജ് വളരെ കുറഞ്ഞതാണ്. 4 തവണ സംസാരിക്കുമ്പോൾ അറിയാം ഇതിന്റെ ഗേജ് എത്രയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല ഗേജ് കൂടിയ ഹൃദയത്തിന്റെ ഉടമയായിരിക്കും. അയ്യടി കൊള്ളാമല്ലോടി, ഇതെന്ത് മനോഹരമായി അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെ ഗേജ് അങ്ങ് താഴെ പോവുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ഗേജ് കൂടിയാൽ, ഇതിന്റെ ക്വാളിറ്റി കൂടിയാൽ, പിന്നെ ഇത് സംസാരിക്കുന്നതൊക്കെ ആ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കും, ആ ഗേജിനനുസരിച്ചായിരിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 6 മാസം കൊടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഗേജ് എല്ലാം ഞാനിങ്ങനെ അളക്കുവാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന മറുപടി എന്തുവാന്ന് എനിക്ക് ഓൾമോസ്റ്റ് കുറെ കേൾക്കുവാണ്. ആരോട് സംസാരിച്ചാൽ എന്തുത്തരം കിട്ടും. കാരണം നമ്മുടെ എല്ലാം ഓരോ ഗേജിൽ കിടക്കും. ആ ഗേജിലായിരിക്കും നമ്മൾ എപ്പോഴും സംസാരിക്കും. കർത്താവിന് സ്തോത്രം. നല്ല ഗേജുള്ള ഹൃദയങ്ങളുടെ ഉടമയായിരിക്കണം. ഹല്ലേലൂയ. അതൊരു വലിയ സമ്പാദ്യമാണ്, അതൊരു വലിയ നിക്ഷേപമാണ്. ഹല്ലേലൂയ. അതൊരു വലിയ അനുഗ്രഹമാണ്. ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ അതിനകത്തൊരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഇവിടുത്തെ പിള്ളേർ, കാണുന്ന പിള്ളേരെ എല്ലാം കെട്ടിപ്പിടിക്കണം. സകല ബാധ അവന്റെ മണ്ടയ്ക്ക്, സർവബാധ. നന്നാകുക എന്നൊക്കെ പറഞ്ഞ വലിയ പ്രയാസം, ഒരുപാട് കുഴപ്പങ്ങൾ കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ ഞാൻ പറഞ്ഞത് വായുവൊക്കെ പറയുക. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഐസിസുകാര് കഴുത്തറുത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനേക്കാൾ ഹീനമായിട്ട് സംസ്കാര സമ്പന്നമായ രാജ്യം കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. എനിക്കങ്ങനെയാണ് പലപ്പോഴും തോന്നുന്നത്. ഈ ജീവിതത്തിന് എത്ര വിലയാണ് അവർ കൊടുത്തേക്കുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യാത്മാവിന്, മനുഷ്യന്, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് എന്ത് വിലയാണ് കൊടുത്തേക്കുന്നത്. നമ്മളെ തമ്പുരാൻ വേർതിരിച്ചേക്കുന്നത് അതിന്റെ വില തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഈ ലോകത്തിൽ ജീവിക്കാനും നമ്മുടെ തലമുറകളെ അങ്ങനെ വളർത്താനും വേണ്ടിയാണ്. ഹല്ലേലൂയ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയമിരിക്കും. അതോടെ ദൈവവചനമേ, സ്വരൂപിക്കേണ്ടത് സ്വരൂപിക്കുക, കൂട്ടിവെക്കാൻ കൊള്ളാകുന്നത് കൂട്ടിവെക്കുക, കരുതി വെക്കാൻ കൊള്ളാകുന്നത് കരുതി വെക്കുക.
ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമ്മെ യഥാർത്ഥ സമ്പാദ്യത്തിന്റെ ഉടമകളാക്കാൻ വേണ്ടിയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഇവിടുത്തെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്തോട്ട് പുതിയ യെരൂശലേമിന്റെ സ്റ്റോക്ക് കൂടെ കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും? കാരണം അവിടുത്തെ ആ പട്ടണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ അടിസ്ഥാനം വരെ പുഴുവോ തുരുമ്പോ കള്ളൻ തുരക്കാനോ പറ്റാത്തത് കൊണ്ടാണ് അതുണ്ടാക്കിയത്. അതിന്റെ അടിസ്ഥാനം വരെ, അതിന്റെ ഗേറ്റും അതിന്റെ ഗോപുരവും അതിന്റെ ഓരോ കല്ലുകളും. ഹല്ലേലൂയ. ഇവിടെ താഴെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, കണ്ണു തുറക്കാത്തതിനൊക്കെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല. കണ്ണു തുറക്കാത്തതിനൊന്നും ഇതൊന്നും യാഥാർത്ഥ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എനിക്കിതെല്ലാം യാഥാർത്ഥ്യമാണ്. മിത്തല്ല, പുരാണമല്ല, കഥയല്ല, യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടുവച്ചാൽ ലണ്ടന്റെയും അമേരിക്കയുടെയും ബോംബെയിലെയും സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ എന്തോ വിലയുണ്ടാവും. പിന്നെ അതിനൊന്നും ഒരു വിലയുണ്ടാവും. ന്യൂ ജെറുസലേമിന്റെ സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഓരോ ഭാഗങ്ങളിൽ അതിനൊരു കോഡ്, എന്തെങ്കിലും ഒരു ചെറിയ അറ്റത്തിന് പോലും ഇതിന്റെ ഒന്നും 7 അയലത്ത് വരാനുള്ള കഴിവ് ഇതിലൊന്നുമില്ല. കർത്താവിന്റെ സ്തോത്രം. അത്ര മനോഹരമായ ശ്രേഷ്ഠമായ തേജസ്സേറിയ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം പണിയുന്ന ഒരു പ്രത്യേക പണിക്ക് വേണ്ടി എന്നെയും നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണ് തന്റെ പുത്രന്റെ വിലയേറിയ രക്തം നൽകി. ഹല്ലേലൂയ. വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിച്ച് മകനെ മകളെ വാ എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വിലയേറിയത് നിന്നെ കാണിച്ചു തരാമെന്ന്. ഹല്ലേലൂയ. മുഴുവൻ തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത ഹല്ലേലൂയ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊണ്ടുവീൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അതുകൊണ്ട് പറയുക, നിക്ഷേപം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തോ വേണം? നല്ല തെളിച്ചമുള്ളൊരു കണ്ണ് വേണം. ഇവിടുത്തെ സാധാരണക്കാരന്റെ എല്ലാം കണ്ണ് ഇരുണ്ട കണ്ണാണ്. ആ ഇരുണ്ട കണ്ണുകൊണ്ട് നോക്കിയാൽ ഇരുണ്ടതൊക്കെ കാണുന്നു. പ്രകാശിച്ച കണ്ണുകൊണ്ട് നോക്കിയെങ്കിലേ തേജസ്സേറിയത് എന്തെങ്കിലും കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വമാണ് ചൊവ്വയുള്ള കണ്ണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ക്ലിയർ ഐസ്. കണ്ണ് ചൊവ്വയുള്ളതായിരിക്കും. ഹല്ലേലൂയ. കാരണം നിന്റെ അകത്തെ മനുഷ്യന്റെ വീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാണ് നിനക്കുള്ളതെങ്കിൽ നിന്റെ കണ്ണ് ചൊവ്വയുള്ള കണ്ണാണ്. അതല്ല ഈ മണ്ണായ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാണ് നിന്റെതെങ്കിൽ നിന്റെ കണ്ണ് ഇരുണ്ട കണ്ണാണ്. പ്രകാശം തരുന്നതാണെങ്കിൽ, ദൈവം വിലകൽപ്പിക്കുന്നതിന് വിലകൽപ്പിക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ കണ്ണ് ചൊവ്വയുള്ള കണ്ണാണ്. എന്നാൽ ആദാമ്യ വർഗത്തിന്റെ കണ്ണ് മുഴുവനും ഇരുണ്ട കണ്ണായി പോയി. വെളിച്ചം കാണാൻ കഴിയാത്ത കണ്ണ്, തേജസ് അനുഭവിക്കാൻ കഴിയാത്ത കണ്ണ്. നിന്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ഹല്ലേലൂയ, ആ കണ്ണാണ്
നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും മുഴുവൻ ഒരേ സാധനം തന്നെ മനസ്സലിവുള്ള മനുഷ്യൻ കണ്ടാൽ, ആ മനസ്സലിവുള്ള ഹൃദയം ഉണ്ടെങ്കിൽ ആ കണ്ണ് അത് നോക്കുമ്പോൾ ആ കണ്ണിനകത്തൊരു മനസ്സലിവ്. കഠിന ഹൃദയമുള്ള മനുഷ്യൻ അതേ സാധനം തന്നെ നോക്കുമ്പോൾ അവന്റെ കണ്ണിനകത്ത് അതിന്റെ കാഠിന്യം. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, നമ്മുടെ കണ്ണി ലോകത്തിൽ എല്ലാവരും കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇത് ചോക്കുള്ളതായിട്ട് നോക്കാൻ കഴിയും. ചോക്കുള്ളതായിട്ട് നോക്കുന്ന ഒരു കണ്ണ്, അകത്തെ മനുഷ്യന്റെ ആ പ്രകാശത്തെ ജ്വലിപ്പിക്കാൻ കഴിയുന്ന ഒരു കണ്ണ്. ജീവിതത്തെ മുഴുവനും ഇരുട്ടുകൊണ്ട് നിറയ്ക്കാൻ ചൊവ്വില്ലാത്ത കണ്ണിന് കഴിയും. എന്നാൽ ജീവിതം മുഴുവൻ പ്രകാശമാക്കാൻ ചൊവ്വയുള്ള കണ്ണിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ ഈ കണ്ണുകൊണ്ട് എല്ലാം നമ്മൾ കാണുന്നു. നമ്മുടെ കാഴ്ച കൊണ്ട് പ്രകാശമാണോ ഇരുട്ടാണോ അകത്തോട്ട് കയറുന്നത്? ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചത് നമുക്കൊരു നല്ല കണ്ണ് തരാൻ വേണ്ടിയാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. ഹല്ലേലൂയ. എന്റെ ജീവിതം പ്രകാശിക്കണം. വിലയേറിയത് സമ്പാദിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ചപ്പും ചവറും എറിഞ്ഞു കളയാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇരുണ്ടത് കാണുന്ന കണ്ണിന് പുതിയ യെരൂശലേമോ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റും ഒന്നും കാണാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനും കഴിയത്തില്ല. സ്തോത്രം. അതൊക്കെ ഒരു കുട്ടത്തരമായിട്ട് അവർക്ക്, കാരണം അതിന്റെ പ്രകാശം കേറാൻ പോലും പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യനോട് സ്വർഗ്ഗത്തിലെ ദൈവം അവനെ ആ പത്മോസിനോട് പറഞ്ഞു, മറയൊന്ന് നീക്കിയിട്ട് പറഞ്ഞു, വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങളെ ആരെ ഞാൻ പത്മോസിൽ കൊണ്ടുപോകുന്നില്ല, എന്നാൽ ഈ കാഴ്ച നിങ്ങളൊക്കെ കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ നിക്ഷേപം സ്വരൂപിക്കുക ദൈവം തന്നിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. നിന്റെ നിക്ഷേപം സ്വരൂപിക്കുക, അതിനുവേണ്ടി ഒരു ആർത്തി ഉണ്ടാകും. Treasure. Do not treasure up your treasures. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ സമ്പാദ്യം സുരക്ഷിതമല്ലാത്തടത്ത് സമ്പാദിച്ചു കൂട്ടരുത്. നിന്റെ സമ്പാദ്യം സുരക്ഷിതമായിടത്ത് സമ്പാദിച്ചു കൂട്ടുക. നിന്റെ കണ്ണ് ചൊവ്വയുള്ളതായി ഹൃദയത്തിലേക്ക് സകലത്തെയും അരിച്ചെടുത്ത് കൊള്ളാകുന്നത്, വിലയേറിയത്, പ്രകാശം പരത്തുന്നത്, അകത്തേക്ക് കടത്തിവിടുന്ന വിലയേറിയ പരിശുദ്ധാത്മാവിന്റെ ഉപകരണമാക്കി തീർക്കുക. നിക്ഷേപം സ്വരൂപിക്കുന്ന കണ്ണാക്കണം. ഹൃദയം നല്ല നിക്ഷേപത്തിന്റെ ഇടമാകണം. സ്വരൂപിച്ചു വെക്കുക. ജീവിതം അതിനുവേണ്ടി ദൈവം തന്നു. വിശുദ്ധ വിളി അതിനു വേണ്ടിയാണ്. ഇതുവരെ വേണ്ട പോലെ സ്വരൂപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കർത്താവിനോട്, കർത്താവേ
എന്റെ ജീവിതത്തിൽ ഇതുവരെ വേണ്ട പോലെ സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എന്റെ ജീവിതം സ്വരൂപിക്കേണ്ടത് സ്വരൂപിക്കാൻ, വിലയേറിയത് കാണാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ മക്കളോട് പറയുന്നു, വിലയേറിയത് സ്വരൂപിക്കുക. ട്രഷർ, വിലയേറിയത് സമ്പാദിക്കുക. ഹല്ലേലൂയ.